രാധിക വീട്ടിലാരൊക്കെ ഉണ്ട്? അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. രാധിക വീട്ടിലാരൊക്കെ ഉണ്ട്? അത് ചോദിക്കാൻ വിട്ടുപോയി. ഇത് എവിടെ ഇമ്പോർട്ട് ചെയ്യുന്നതാണോ ഈ സാധനം? രാധിക അച്ഛൻ, അമ്മ, 2 ബ്രദർ, മക്കൾ. ഓക്കെ. സാർ ഹെഡ്സെറ്റ് എടുത്ത് ചെയ്ത് തകർക്കും. ആറ്റിറ്റ്യൂഡ് പിടിച്ചിരിക്കുമല്ലോ അവിടെ കസ്റ്റമർ. ചിരി വരുന്നുണ്ട്. അത് ഹെഡ്സെറ്റ് വെച്ചപ്പോ ഞാൻ പറഞ്ഞ കേൾക്കുന്നതുകൊണ്ടാണ് ചിരിക്കുന്നത്. കണ്ടാ, ആറ്റിറ്റ്യൂഡ് പിടിച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ. കാരണം മാറ്റി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും ചളി കുറേ അവൻ ചിരിക്കും. സോ അതുകൊണ്ടാണ് ഹെഡ്സെറ്റ് ഇത്ര തന്നെ മാറ്റിച്ചിരുന്നത്. ഇപ്പൊ ഫ്രീ ആവറായപ്പോ എടുത്ത് വെച്ചതാ. അപ്പൊ ഞാൻ ചളി പറഞ്ഞ് ചിരിക്കുന്നത് പിടിച്ചിട്ട് കസ്റ്റമേഴ്സിന് മുമ്പിൽ ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നുണ്ടാ. ശിവ കാണുന്നുണ്ട്, അധികം കാണുന്നുണ്ട്. എന്റെ അച്ഛൻ കൊടുക്കാറുണ്ട്. ഓക്കെ, ഞാൻ എല്ലാം 3 മാസം കൂടുമ്പോഴും കൊടുക്കും കേട്ടോ. ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും കൊടുക്കും. ഇന്നെന്റെ 33ാമത്തെ ബ്ലഡ് ഡൊണേഷൻ ആയിരുന്നു. ടുഡേ വാസ് മൈ 33rd ബ്ലഡ് ഡൊണേഷൻ. എല്ലാ 3 മാസം കൂടുമ്പോഴും എല്ലാം കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പെൺകുട്ടികൾ കഴിയുമെങ്കിൽ. ഹായ് ചാരു, എവിടെയാ? ഡ്യൂട്ടിയാണോ? ചാരുവിന് ഓരോ മണിക്കൂർ ഓരോ DP ആണോ? ഇതൊക്കെ ആരുടെ ആയി ഫോട്ടോസ് ഒക്കെ? അതുകൂടെ പറയണേ ചാരു. ഹായ് വെൽക്കം. ഇഷ്ടത്തെച്ചി താഴെ പിള്ളേർ ട്യൂഷൻ എടുക്കുകയാണ്. സോ പിള്ളേർ വന്നു. ചാരു കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നു. ചാരു ഡ്യൂട്ടി എപ്പോ കഴിയും? എന്റെ അല്ല, അത് മനസ്സിലായി. ഞാൻ പറയാം, ഓരോ മണിക്കൂർ ഓരോ DP ആണ്. കുറച്ചു മുമ്പ് വേറെ DP ആയിരുന്നു, ഇപ്പൊ വേറെ DP. ചാരു ഡ്യൂട്ടി എപ്പോ കഴിയും? സത്യത്തിൽ ചാരുവിന് മുഖമുണ്ടോ? ചാരുവിന് മുഖമുണ്ടോ? ഇനി ഒരു ലൈവ് വരുമ്പോഴത്തേക്ക് ചാരു വോയിസ് മാത്രം പോരാ, ചാരു ഫേസ് കൂടെ റിവീൽ ചെയ്യണം. അല്ലെ, ഒരു 10 മിനിറ്റ് ഒരു 10 മിനിറ്റത്തേക്ക് ചാരു ഫേസ് റിവീൽ ചെയ്തിട്ടുള്ള ഒരു ലൈവ് നമുക്ക് ചെയ്യാം. എന്തൊക്കെ മുഖമുണ്ടോ നമ്മളോട് കണ്ടോട്ടെ. ആ സുന്ദരമായ കണ്ടോട്ടെ. ആ സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ ശബ്ദം പോലെ മനോഹരമായ ആ മുഖം കൂടി ഞാൻ കണ്ടോട്ടെ. ഫാൻസ് കൂടുതലേ ഉള്ളവരെ കൊണ്ട് കൊടുത്തിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാലും അന്യായ പെർഫോമൻസ് എന്താ ഞാൻ പുളകി തന്നെ. മറുപടിയാണ് മീശചേട്ടൻ പറഞ്ഞ ചാല് കേൾക്കുമെന്ന്. ലൈവ് വരാൻ പറ. അപ്പൊ ഫേസ് റിവീൽ ചെയ്തിട്ട് ലൈവ് വരാൻ പറ. മീശചേട്ടാ പറയടാ. മീശചേട്ടാ പറഞ്ഞ 2 മിനിറ്റോടെ നിക്കി അടിച്ചെടുക്കട്ടെ. ഇന്ന് കാവിലെ ഭഗവതിയെ കണ്ടായിരുന്നോ? കാവിലെ ഭഗവതി അതായത് അത് മറ്റേ നമ്മുടെ ശിവശങ്കർ അല്ലേ? കാവിലെ ശിവശങ്കർ. എന്താടാ ഇന്നിവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പൊ അവള് മഴയത്തിറങ്ങി ഒന്ന് കാണാൻ വേണ്ടി ഭംഗിയുണ്ടായിരുന്നു തോന്നുന്നു ശിവശങ്കർ. ഇന്നലെ എന്താ നമ്മള് പറഞ്ഞത്? ടൈം ഔട്ട് ആക്കി വിട്ടിരുന്ന. അപ്പൊ അതിനകത്തൊരു കമന്റ് വരിട്ട് നീ ഉണ്ടായിരുന്നല്ലേ? ശിവശങ്കർ ടൈം ഔട്ട് പറഞ്ഞിട്ടിരുന്ന. എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവര് നമ്മളുടെ വീഡിയോക്കകത്ത് വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അത് നീ കണ്ടായിരുന്നോ? അവര് ടൈം ഔട്ട് എടുത്തില്ലടാ. ജസ്റ്റ് എന്തോ നമ്മള് ലൈവ് സ്റ്റോപ്പ് ആ സമയത്ത് കുങ്കുമപ്പൂവാണ് നമ്മുടെ കുങ്കുമപ്പൂവാണ് ഇന്ന് കഴിക്കുന്നത്. കുങ്കുമപ്പൂവാണ് കഴിക്കുന്നത്. ചാരു നീ കഴിച്ചോ? കുങ്കുമപ്പൂവാണ് കഴിച്ചത്.